ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വിധി വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും നമ്മുടെ സദാനന്ദേട്ടൻ പറഞ്ഞിരിക്കുകയാണ്, മറ്റേ ജോ പറഞ്ഞതുപോലെ ഈ ക്യാൻസലായ വിധി ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ കോടതിയിൽ പോയിരിക്കുന്നത്. അത് ഷാ വക്കീൽ പണി തന്നതാണോ അല്ലെങ്കിൽ ഷാ വക്കീൽ അബദ്ധം പറ്റിയതാണോ എന്ന് അന്വേഷിക്കണം എന്നാണ് സദാനന്ദേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പുതിയ മറ്റേ നാടകങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കമ്പനി ഇനി ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ കാര്യമില്ല. അതുകൊണ്ട് ഒരു 20 വക്കീലിനെയും കൂടി കൂട്ടിയിട്ട് 20 വക്കീലായിരിക്കും ഇത്, 20 ആള് കക്ഷി ചേർന്ന് കൊണ്ടുള്ള വളരെ പ്രമാദമായ ഒരു കേസിനാണ് ഇനി കോടതി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്തായാലും കമ്പനി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തട്ടിപ്പാണ്, മണി ചെയിനാണ്, ഇവരുടെ പരിപാടി തേച്ചും ഇതുതന്നെയാണ്. പ്രതാപൻ 2011 മുതൽ മണി ചെയിൻ ചെയ്ത് കുടുംബം പോറ്റുന്നവനാണ്, ആൾക്കാരെ മുഞ്ചിക്കുന്നവനാണ്, കഫം തിന്നുന്നവനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നീ മറ്റേ ഹൈറിച്ചിന്ന് കേട്ടാൽ തന്നെ ഇപ്പോൾ ഹൈക്കോടതിയിലെ വക്കീലന്മാരൊക്കെ പിന്നെ എന്താണ് നാണക്കേടാന്ന് പറഞ്ഞ് അവർ കേസ് നമ്മൾ എടുക്കില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ 20 ആൾക്കാരുടെ പേര് ഞാൻ പറയാം. സദാനന്ദൻ MK, മുസ്തഫ, നമ്മുടെ മുസ്തഫ അബ്ദുൽ ബാരിക്ക, രാജൻ, ബിനീഷ് കുമാർ, അതുപോലെ തന്നെ രാജേന്ദ്രൻ, നിസാർ P, സൂരജ്, ഷാജഹാൻ. സൂരജ് നമ്മുടെ പാലക്കാട് സൂരജ് ആയിരിക്കും, അതിന് പിന്നെ കഥയും പൊതുവും ഇല്ലാത്തതാണ്. സൂരജ്, ഷാജഹാൻ, ജിമ്മി, രാജീവൻ, അബ്ദുള്ള, മുംതാസ്, ശോഭ, സഫീറ, രാജേഷ്, വിജയലക്ഷ്മി മറ്റേ തൃശ്ശൂരുള്ള വിജയലക്ഷ്മി ആയിരിക്കാം. ആദ്യം ഫണ്ടടിച്ച് മാറ്റിയ വിജയലക്ഷ്മി ആയിരിക്കാം. ഷിബിൻ, രമേശ് ആലുവ, അങ്ങനെ സെബാസ്റ്റ്യൻ, സുബി എന്നിവരാണ് കൈപൊക്കിയിരിക്കുന്നത്. ശ്രീനാ മേഡം പറഞ്ഞിട്ട് കൈപൊക്കിയിരിക്കുന്ന 20 പേരാണ് ഇവർ. അപ്പോൾ ഇവർ ഒത്തുകൂടി ആലുവയിൽ മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് തന്നെ സംഘടിപ്പിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത നടപടികൾ നമുക്കും പരാതിയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് കോടതിയെ ബോധിപ്പിക്കാനുള്ള. നേരം അവർ ചോദിക്കും, നീ ആരാണ്, നീയും ഇതിൻ്റെ പ്രൊമോട്ടറാണോ നിങ്ങളൊക്കെ എന്ന് ചോദിക്കും. അപ്പോൾ എന്തായാലും വേഗം ചെല്ല്, നമുക്ക് കളി കാണാം. ഓക്കെ, ബൈ.